ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ജിദ്ദയിൽ തന്നെ ഒരു ഇന്ത്യക്കാരുടെ ഒരു മാർക്കറ്റുണ്ട്, ഷെർഫിയ എന്ന് പറയുന്നത്. ആ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ്. ആ മാർക്കറ്റ് എങ്ങനെയാണ് വർഷങ്ങളായി ഇന്ത്യക്കാർ ഇവിടെ റൺ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രധാനമായിട്ടും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതൽ അവിടെ ബിസിനസ് ചെയ്യുന്നത്. കേരളത്തിൻ്റെ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളും തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളും ഒക്കെ ഉണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ മലപ്പുറംകാരാണ്. അവരാണ് കൂടുതൽ അവിടെ ബിസിനസ് ചെയ്യുന്നത്. നമുക്ക് ആ സ്ഥലം ഒന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇവിടെ ഒരു ശ്രീലങ്കക്കാരൻ കുഴിച്ചു വെച്ചിരിക്കുന്ന കുറേ ചെടികൾ കണ്ടില്ലേ? നാട്ടിലുള്ള തുളസിയുണ്ട്, നാട്ടിലുള്ള അലുവേര ഉണ്ട്, തക്കാളിയുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പുള്ളി ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. മുരിങ്ങ ഒരുപാട് സാധനമുണ്ട്. നമുക്ക് നാട്ടിൽ കാണാൻ പറ്റുന്ന ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ ഇവിടെ പുള്ളി കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. മൈലാഞ്ചി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മരുഭൂമിയിലാണ് ഇങ്ങനെ കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇത് ഒരു ശ്രീലങ്കക്കാരൻ, ഇവിടുത്തെ ഒരു ശ്രീലങ്കക്കാരൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. കപ്പ നിൽക്കുന്നുണ്ട്, ശ്രീലങ്കൻ കപ്പയാണ് എല്ലാ കാര്യങ്ങളും. ഓക്കെ, നമുക്ക് നേരെ ഷെർഫിയിലേക്ക് പോകാം. എൻ്റെ ATM കാർഡിൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു. സൗദി നാഷണൽ ബാങ്കിൻ്റെ ATM ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കാലാവധി കഴിഞ്ഞു. അതെങ്ങനെയാണ് ഡിജിറ്റലായിട്ട് പ്രിൻ്റ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, മെഷീനിലൂടെയാണ് ഡിജിറ്റലായിട്ട് പ്രിൻ്റ് എടുക്കുന്നത്. ആദ്യം നമ്മുടെ കാർഡ് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മുടെ പിൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കണം. അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ എന്ത് സർവീസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് കാർഡ് റിന്യൂവൽ ആണെന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യുക, ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു OTP വരും. OTPയുടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാർഡ് പ്രിൻ്റ് ചെയ്ത് കിട്ടും. അതിന് ശേഷം തൊട്ടടുത്തുള്ള മറ്റേതെങ്കിലും ATMൽ നമ്മൾ പോയി നോക്കിയാൽ മതി. ഓക്കെ, ഇത് സൗദിയിലുള്ള ഒരു ഇന്ത്യൻ സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റ് ഷെർഫിയ സ്ട്രീറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഷെർഫിയ സ്ട്രീറ്റിൽ ഒട്ടനവധി ഇന്ത്യക്കാരുടെ ഹോസ്പിറ്റലുകൾ, അങ്ങ് ദൂരെ കാണുന്നതാണ് അബീർ ഹോസ്പിറ്റലാണ് അങ്ങ് ദൂരെ കാണുന്നത്. അബീർ ഹോസ്പിറ്റലുകൾ, പല ഹോസ്പിറ്റലുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് ഇന്ത്യക്കാർ ഇവിടെ വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത ഒരു സ്ഥലമാണ്. ഷെർഫിയ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇടിച്ച് പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അവിടെ പുതിയ ബിൽഡിങ്ങുകൾ വെക്കാൻ വേണ്ടിയാണ് സൗദി ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത്. ഈ സൈഡ് കംപ്ലീറ്റ് ബിൽഡിങ്ങുകളുണ്ട്, ഈ സൈഡ് ബിൽഡിങ്ങുകളില്ല. ഇതിന് കാരണം പഴയ കാല ബിൽഡിങ്ങുകളുള്ള ഡിസ്ട്രിക്റ്റുകളെ ഇടിച്ച് പൊളിച്ചിട്ട് വീണ്ടും അവർ പുതുക്കി പണിയാനുള്ള ഒരു പരിപാടിയാണ്. അങ്ങ് ദൂരെ കാണുന്നത് ഇവിടെ ഇടിച്ചു പൊളിച്ച ബിൽഡിങ്ങുകളുടെ ഭാഗമാണ്. പുതിയ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് ഇതൊരു പാർക്ക് പോലുള്ള ഷെർഫിയിലെ ഒരു സ്ഥലമാണ്. ഇതിൽ നിന്നുള്ള കല്ലുകൾ കൊണ്ടിട്ട്
സെറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പാർക്കാണിത്. ഷെർഫിയിലാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെ ബേത്തർ അൽ റയാൻ എന്ന് പറയുന്ന ഒരു ക്ലിനിക് ഹോസ്പിറ്റലുണ്ട്. മലയാളീസുകൾ റൺ ചെയ്യുന്നതാണ്. വലിയൊരു സംവിധാനം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ക്യാമറ ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണെന്ന് തോന്നുന്നു. ഇവിടെ ഒരുപാട് പേര് വന്നിരുന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഇവിടെ ഒരു ജിദ്ദയിലെ തന്നെ ഇന്ത്യക്കാർ ഉണ്ടാക്കിയെടുത്ത ഒരു സിറ്റിയുടെ അടുത്താണ് ഷെറഫിയ. എല്ലാവർക്കും അറിയാവുന്ന ഷെറഫിയ എന്ന സൗദി അറേബ്യയിലെ ജിദ്ദയിലെ ഇന്ത്യൻ ചെറിയ സിറ്റിയെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കഷനിലേക്ക് വരുന്നത്. ഇത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപക്ഷെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു സിറ്റി ആയിരിക്കാം. കാരണം സൗദി അറേബ്യയുമായിട്ട് ഇന്ത്യക്ക് വളരെ വലിയ ബന്ധമുണ്ട്. പ്രത്യേകിച്ചും മലയാളികൾക്ക് വളരെയധികം, കേരളത്തിലുള്ള ആളുകൾക്ക് വളരെയധികം ബന്ധമുണ്ട്. ചേര രാജാക്കന്മാരുടെ ഭരണകാലഘട്ടത്തിൽ തന്നെ കേരളവുമായി അഭേദ്യമായ ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള വ്യവസായികൾ അല്ലെങ്കിൽ ട്രേഡിങ്ങിനുള്ള ആൾ ഇവിടെ എത്തിയിരിക്കാം. യൂറോപ്പിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ എത്തിക്കുവാൻ വേണ്ടി മിഡിൽ ഈസ്റ്റിൽ എത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കവാടമാണ്, ഒരു ട്രേഡിംഗ് കവാടമായിരുന്നു ജിദ്ദ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സംസ്കാരം, ഇന്ത്യൻ ഫുഡുകൾ, ഇന്ത്യയിലെ ഫുഡുകളെന്ന് പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള തദ്ദേശവാസികൾ, ഇവർ ട്രൈബുകളാണ്. ഈ തദ്ദേശവാസികളായ ട്രൈബുകൾക്ക് അവരുടെ ട്രൈബൽ ഫുഡിൽ ഇന്ത്യൻ ലഡു, അതുപോലെ ഇന്ത്യൻ സമൂസ, ഇങ്ങനെയുള്ള ഭക്ഷണ വിഭവങ്ങൾ ഇവരുടെ ഭാഗമാണ്. ഇവരുടെ പ്രത്യേകിച്ചും ജിദ്ദക്കാരുടെ ഭാഗമാണ്. കാരണം ജിദ്ദ എന്ന് പറഞ്ഞ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമാണ്. ലോകത്തിലുള്ള വിവിധ ആളുകൾ വിവിധ കാലഘട്ടങ്ങളിൽ ജിദ്ദയുമായിട്ട് ബന്ധം പുലർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജിദ്ദയിലെ ചരിത്രം വളരെ രസകരമായ ഒന്നാണ്. ഇവിടുത്തെ ആളുകൾ വളരെ ഫ്രണ്ട്ലിയാണ്. മറ്റ് സൗദി അറേബ്യൻ പ്രദേശങ്ങളെ അപേക്ഷിച്ച് ജിദ്ദയിലുള്ള ആളുകൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ്. കാരണം അവരുടെ മിക്സഡ് കൾച്ചറിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ജിദ്ദയിലുള്ള ആളുകൾക്ക് ആ ഒരു രീതി. ആയിരക്കണക്കിന് പ്രവാസികൾ വർഷങ്ങളായി എഴുത്തുകളിൽ മൂലമായിരുന്നു, അല്ലെങ്കിൽ എഴുത്തുകൾ മൂലമാണ് വീട്ടുകാരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അതിന് ചരിത്രം വഹിച്ച വലിയൊരു പോസ്റ്റ് ഓഫീസാണിത്. ജിദ്ദയിലെ പ്രധാനപ്പെട്ട ജിദ്ദയിലെ ഒട്ടനവധി മലയാളികളെ അവരുടെ ഫാമിലിയുമായി കണക്ട് ചെയ്ത ഒരു പോസ്റ്റ് ഓഫീസാണ്. ഇതിൻ്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ പോസ്റ്റ് ഓഫീസ് ഇന്ന് പുതിയ വാട്സപ്പും ഫേസ്ബുക്കും മറ്റ് ചാറ്റിംഗ് സംവിധാനങ്ങളൊക്കെ വന്നതോടുകൂടി ഈ പോസ്റ്റ് ഓഫീസ് അത്ര പ്രവർത്തനക്ഷമമല്ല. എങ്കിൽ പോലും ചരിത്രപരമായി വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇത്. പ്രവാസികളെ സംബന്ധിച്ച് നല്ല ഒരു വൈബാണ് ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. ഒരുപാട് കിളികൾക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ജിദ്ദയിലെ പഴയൊരു മോസ്ക് നമുക്ക് കാണാൻ പറ്റും. ഇവിടുത്തെ പഴയ പല ബിൽഡിങ്ങുകളും പൊളിച്ചു കളഞ്ഞു ഗവൺമെൻറ്. ഇവിടെ ഇന്ത്യൻ ട്രഡീഷണൽ രീതിയിൽ ഒരു വലിയ സിറ്റി സ്ഥാപിക്കുവാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട സിറ്റിയുടെ ഹൃദയഭാഗം. ഇവിടെ കാണുന്ന എല്ലാ മലയാളികൾ നടത്തുന്ന കടകളാണ്. എല്ലാ ഷോപ്പുകളുടെയും ഉടമസ്ഥർ മലയാളികളാണ്. നമ്മുടെ സാരി, പർദ,
എല്ലാ സാധനവും ഇവിടെ കാണാൻ സാധിക്കും. ഇന്ത്യൻ വസ്ത്രങ്ങൾ ഇവിടെ സർവ്വസാധാരണമായിട്ടുണ്ട്. ഇവിടെ നേഴ്സിങ്ങിനൊക്കെ വന്നിട്ടുള്ള കുട്ടികളൊക്കെ ഇതൊക്കെ മേടിച്ച് ധരിക്കുന്നുണ്ട്. ഒരുപാട് ചായക്കടകൾ, നാട്ടിലെ ബാർബർ ഷോപ്പുകൾ, എല്ലാ സംവിധാനവും ഇവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം ഇന്ത്യൻ ഫാമിലീസാണ്, പ്രത്യേകിച്ച് മലയാളി ഫാമിലീസാണ് താമസിക്കുന്നത്. വന്നത്. അപ്പം ഇങ്ങനെയൊരു നല്ല നഗരത്തിൽ നമുക്ക് എത്തുവാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്.